നമസ്കാരം ACV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ നഹാസ്. പ്രധാന വാർത്തകൾ. ജില്ലയിൽ ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി ലഭിക്കുന്നു. പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യ ജില്ല എന്ന ഖ്യാതിയും മലപ്പുറത്തിന്. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ കേരളദേശം പാർട്ടിയും. റിപ്പോർട്ടിൽ വ്യക്തത വേണമെന്നും കേരളദേശം പാർട്ടി. ജില്ലയിലെമ്പാടും പോഷകാഹാര വിതരണം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം. പോഷകാഹാര വിതരണത്തിൽ തൊട്ടുകൂടായ്മ പാടില്ലെന്നും ജില്ലാ ആരോഗ്യ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ ഇനി മുതൽ ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി ലഭിക്കുന്നു. സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി ലഭിക്കുന്നതോടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സമ്പ്രദായമാണ് നിലവിൽ വന്നിരിക്കുന്നത്. www.cr.lsgkerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് ജനന മരണ വിവാഹ സംബന്ധമായ ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാവുക. വെബ്സൈറ്റ് തുറക്കുന്നതോടെ ജനന മരണ വിവാഹ സംബന്ധമായ നിയമങ്ങൾ, ചട്ടങ്ങൾ, ഉത്തരവുകൾ എന്നിവയാണ് ലഭ്യമാവുക. തുടർന്ന് സർട്ടിഫിക്കറ്റുകൾക്കായി ഈ വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലും ആവശ്യക്കാർക്ക് തിരച്ചിൽ നടത്താനുള്ള സൗകര്യവും വെബ്സൈറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. രജിസ്ട്രേഷനായി ജില്ല അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേര് എന്നിവയിലൂടെ ആവശ്യക്കാർക്ക് തദ്ദേശഭരണ സ്ഥാപനം തിരഞ്ഞെടുക്കാനും കഴിയും. പിന്നീട് ജനനം, മരണം, വിവാഹം തുടങ്ങിയവ സംബന്ധിച്ച ആവശ്യമുള്ളവ രേഖപ്പെടുത്തി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. മലപ്പുറം ജില്ലയിൽ ഇതിനായി 107 രജിസ്ട്രേഷൻ യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. ഓൺലൈൻ സർട്ടിഫിക്കറ്റ് സമ്പ്രദായം ആദ്യം പൂർത്തീകരിച്ച ജില്ല എന്ന ഖ്യാതിയും ഇതോടെ മലപ്പുറത്തിന് മാത്രം സ്വന്തമായി എന്നതാണ് പ്രത്യേകത. മങ്കട നിയോജക മണ്ഡലത്തിലാണ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയതും. ജില്ലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരുടെ പരിശ്രമവും IKMന്റെ സാങ്കേതിക സഹായവും ജില്ലാ ഓഫീസിൻ്റെ കൃത്യമായ മോണിറ്ററിങ്ങും പെർഫോമൻസ് ഓഡിറ്റ് യൂണിറ്റ് തലങ്ങളിലെ നിരന്തരമായ ഇടപെടലും ഭരണസമിതികളുടെ പിന്തുണയുമാണ് ഈ ചരിത്ര നേട്ടത്തിന് പിന്നിലുള്ളതെന്ന് VP സുകുമാരൻ, PM നവാസ്, MV രാജൻ, M രാജേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ACV ന്യൂസ്, മലപ്പുറം. 5 ജില്ലകളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ വലച്ച് കാലിക്കറ്റ് സർവകലാശാലയിലെ ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. അന്യായമായ സ്ഥലം മാറ്റം റദ്ദാക്കുക, തടഞ്ഞുവെച്ച പ്രൊബേഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടക്കുന്നത്. ജോലി ബഹിഷ്കരിച്ചുള്ള ജീവനക്കാർ സർവകലാശാല ക്യാമ്പസിൽ പ്രകടനം നടത്തി. ഇടതു വലത് ജീവനക്കാർ ഒന്നടങ്കം ജോലി നിന്ന് വിട്ടുനിന്നത് സർവകലാശാല പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുകയും ചെയ്തു. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ കേരളദേശം പാർട്ടി ശക്തമായി രംഗത്തേക്ക്. മലയോര ഗ്രാമങ്ങളിലെ കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്ന റിപ്പോർട്ട് ഒരു തരത്തിലും നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും കേരളദേശം പാർട്ടി ഭാരവാഹികൾ അറിയിച്ചു. വനം, പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ വേർതിരിച്ച് സംരക്ഷിക്കുന്നതിനായി ഗാഡ്ഗിൽ കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കണമെന്നാണ് കേരളദേശം പാർട്ടി ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത്. മലയോര മേഖലയിൽ വീട് വെച്ച് താമസിക്കുകയും കൃഷി മാത്രം ഉപജീവനമാക്കിയവരെ പ്രതികൂലമായി ബാധിക്കുന്ന വ്യവസ്ഥകൾ റിപ്പോർട്ടിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും KDP ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് നടപ്പിലാക്കുമ്പോൾ പരിസ്ഥിതി ലോല മേഖലകളിൽ 10,000 ഏക്കർ ഭൂമി പാട്ടക്കാലാവധി കഴിഞ്ഞതും മനഃപൂർവ്വം കയ്യേറിയതും സർക്കാരിന് മാത്രം അവകാശപ്പെട്ടതുമായ എസ്റ്റേറ്റുകൾ കൈവശം വച്ചിരിക്കുന്ന വൻകിട കച്ചവടക്കാരെ സഹായിക്കുന്ന തരത്തിലുള്ളതായിരിക്കുന്നതെന്നും KDP ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിൽ പരിസ്ഥിതി ലോല മേഖലയിൽ താമസിക്കുന്നവർക്കായി ഏതു തരത്തിലുള്ള സംരക്ഷണമാണ് ശുപാർശ ചെയ്യുന്നതെന്ന് വ്യക്തമാക്കാനും അധികൃതർ തയ്യാറാകണം. മലപ്പുറത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ KDP ചെയർമാൻ ഖാദർ കണ്ണൂർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രതീഷ് കാപ്പുങ്കര, ജില്ലാ ഭാരവാഹികളായ സെയ്താലി പുളിക്കൽ, അബ്ദുള്ള കുട്ടി കോട്ടപ്പുറം തുടങ്ങിയവർ പങ്കെടുത്തു. ACV ന്യൂസ്, മലപ്പുറം. അനസ്തേഷ്യ വിദഗ്ധരുടെ സംസ്ഥാന സമ്മേളനം പെരിന്തൽമണ്ണയിൽ ഈ മാസം 25, 26, 27 തീയതികളായി നടക്കും. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അനസ്തേഷ്യോളജിസ്റ്റ് കേരള സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന അനസ്തേഷ്യ വിദഗ്ധരുടെ സംസ്ഥാന സമ്മേളനം ISKCON കേരള 2013 ഈ മാസം 25, 26, 27 തീയതികളിൽ പെരിന്തൽമണ്ണയിലാണ് നടക്കുക. സമ്മേളനത്തിന്റെ ഭാഗമായി ഒക്ടോബർ 25-ന് MES മെഡിക്കൽ കോളേജിൽ വച്ചും മൗലാന ആശുപത്രിയിൽ വച്ചും ശില്പശാലകൾ സംഘടിപ്പിക്കും. ഡോക്ടർ രാംകുമാർ വെങ്കടേശ്വരൻ, ഡോക്ടർ കൈലാഷ് കോത്താരി, ഡോക്ടർ റാഗ്ബീർ സിംഗ്, ഡോക്ടർ പ്രകാശ് ദേശ്മുഖ്, ഡോക്ടർ രാംകുമാർ, ഡോക്ടർ KK മുബാറക്, ഡോക്ടർ C ബാബുരാജ്, ഡോക്ടർ ഷംസാദ് ബീഗം തുടങ്ങിയവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകും.
26, 27 തീയതികളിൽ പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടത്തുന്ന തുടർ വിദ്യാഭ്യാസ പരിപാടിയിൽ കേരളത്തിൻ്റെ പുറത്തുനിന്നും അകത്തുനിന്നുമായി 40ഓളം ഡോക്ടർമാർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 500-ൽ പരം അനസ്തേഷ്യ വിദഗ്ധർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ ഡോക്ടർ ലത്തീഫ്, ഡോക്ടർ AK മുരളീധരൻ, ഡോക്ടർ ബിനിൽ ഐസക് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. SCV ന്യൂസ് പെരിന്തൽമണ്ണ. ഇടവേളയ്ക്ക് ശേഷം സമഗ്ര സ്ത്രീ ശാക്തീകരണ പദ്ധതിക്ക് തുടക്കമായി.